السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. الله نزل أحسن الحديث كتابا متشابها مثانية تقشعر منه جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله. സൂറത്ത് സുമർ 23-ാമത്തെ വചനം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അള്ളാഹുവിനെ സംബന്ധിച്ചുമുള്ള ഒരു പ്രസ്താവനയാണ് ഈ ആയത്തിലൂടെ നമുക്ക് നൽകുന്നത്. അല്ലാഹു തആല 5 വക്ത് നമസ്കാരം പോലും 13 വർഷങ്ങൾക്ക് ശേഷമാണ് നിർബന്ധമാക്കിയത്. അതിനു മുമ്പ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്നവർക്ക് മക്കയിൽ പ്രഭവം ചെയ്ത കാലഘട്ടത്തിൽ അല്ലാഹു തആല നിർബന്ധമാക്കിയത് പരിശുദ്ധ ഖുർആൻ പഠിക്കുക. അവർക്ക് ഖുർആൻ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകുമായിരുന്നു. അതിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുമായിരുന്നു. അങ്ങനെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് അവർ ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു 13 വർഷക്കാലം. 13-ാമത്തെ വർഷമാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുന്നത്. അങ്ങനെ 5 വക്ത് നമസ്കാരം നമ്മൾ നിർബന്ധമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ്റെ പ്രാധാന്യം ആണ് നാം മനസ്സിലാക്കേണ്ടത്. ബാക്കി ശേഷിക്കുന്ന 10 വർഷമാണ് മറ്റെല്ലാ നിർബന്ധ കർമ്മവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അപ്പോൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് വേണം, ഇത് അർത്ഥത്തോട് വായിച്ച് പഠിക്കണം. അതിന് തഫ്സീറായ ഹദീസും പഠിക്കണം. ഇവിടെ ഫർള് നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നീട് ഏറ്റവും നിർബന്ധമായ ഒരു കാര്യമാണ് പള്ളിയിൽ ഇക്കാര്യം എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക എന്നുള്ളത്. ഈ രണ്ട് കാര്യത്തിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ കാലഘട്ടത്തിൽ പള്ളി പ്രയോജനപ്പെടുത്തിയിരുന്നത്. മറ്റൊരു മൂന്നാമത്തെ ഒരു കാര്യത്തിന് പ്രയോജനപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല, ഹദീസുകൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ എന്ന് കരുതി പള്ളിയിൽ വെച്ച് ഉച്ചത്തിൽ പാരായണം ചെയ്യുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തികാഫിരിക്കുന്ന സന്ദർഭത്തിൽ സഹാബിവര്യന്മാർ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന പോലെ പാരായണം ചെയ്യില്ല ആയിരുന്നില്ല. അവർ നമസ്കാരത്തിലായിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞിട്ടില്ല, ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റംസാൻ മാസത്തിൽ അവസാനത്തെ റംസാൻ ഇസ്തിഗാഫിരിക്കുക നമുക്ക് സുന്നത്താണല്ലോ. അങ്ങോട്ട് വരും, നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാം. ഞാനും ഇവിടെ ഉണ്ടല്ലോ, അങ്ങോട്ട് വരും, ഞാൻ ഇമാമക്ക് മൗമിയായി തുടർന്ന് നിസ്കരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കുക, അവർ ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റക്കൊറ്റക്ക് ഒരു ചെറിയൊരു മറയിട്ടുണ്ടായി. അതിൻ്റെ ഉള്ളിൽ സഹാബിവര്യന്മാരും അതേപോലെ തന്നെ ഒറ്റക്കൊറ്റക്ക് നമസ്കരിക്കുകയായിരുന്നു. ഖിയാമുൽ ലൈൽ, അതേപോലെ തറാവീഹ് എന്നോ തഹജ്ജുദ് എന്നോ വിത്ർ എന്നോ ഒക്കെ പറഞ്ഞ നമസ്കാരം പോലും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അതാണ് നമ്മുടെ വിഷയം. സഹാബിവര്യന്മാർ ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ റബ്ബുമായി മുനാജാത്ത് നടത്തി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഓരോരുത്തർക്കും ശല്യം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന്. ഉച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യരുത് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പള്ളി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചേർന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നു. മറ്റൊരാളൊന്ന് അസ്സലാമു അലൈക്കും വർക്കത്തിൽ, ഇതൊന്നും എന്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചര്യയിൽ ഉള്ളതായി നമുക്ക് കാണുന്നില്ല. ആരും ശല്യം ചെയ്യരുത്, നമ്മളൊരാൾക്കാണ് അസ്സലാമു അലൈക്കും. മറ്റുള്ള ബുദ്ധിമുട്ടണ്ട. ഖുർആൻ ഓതുന്നവന് വർഷത്തിൽ ഖുർആൻ ഓതണ്ട, പള്ളിയിൽ വെച്ചിട്ട് അതൊക്കെ ഓതിക്കോട്ടെ, വീട്ടിൽ വെച്ചിട്ട് ഇഷ്ടമുള്ളവർ ഓതിക്കോളിയും. ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. ഇഖ്തികാഫിരിക്കുന്ന ആ റൂമിൽ നിന്ന് നീക്കിക്കൊണ്ടാണ് പറയേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ നമ്മളെ മനസ്സിലുള്ള കാര്യം വരെ അള്ളാഹ് അറിയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു, സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ പാരായണം മറ്റൊരാൾ ശല്യം ചെയ്യരുത്. പതുക്കെ പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതുമ്പോൾ പതുക്കെ പാരായണം ചെയ്യണം. വീട്ടിൽ വെച്ചിട്ട് ഇഷ്ടമുള്ള നിലയ്ക്ക് നമുക്ക് പാരായണം ചെയ്യാം. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അതൊക്കെ ഹദീസിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ കാരണം, നമ്മളെ പള്ളിയിൽ നമ്മുടെ സമ്പ്രദായം
സംബന്ധിച്ച് പലപ്പോഴും നമുക്ക് അറിയുന്നൊരു കാര്യമാണ്. ഒച്ചത്തിൽ വന്നൊരു സലാം ചൊല്ലേണ്ട ഒരു ആവശ്യം വെള്ളിയാഴ്ച ദിവസം നമ്മൾ പള്ളി നമുക്ക് അല്ലാത്ത സ്ഥലത്തൊക്കെ നമുക്ക് സലാം ചെല്ലാം. പള്ളിയിൽ കയറുമ്പോൾ നമുക്ക് ആരും കാണുന്നു, അവർക്ക് അധ്യായം കേട്ടാൽ മതിയല്ലോ. ഇവിടെ എന്താ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമല്ലേ, അത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമല്ലേ. ആ സന്ദർഭത്തിൽ എന്ത് വേണ്ട, ഒച്ചത്തിലുള്ള പാരായണം വേണ്ട, അതേപോലെ തന്നെ ഒച്ചത്തിലുള്ള സലാം പറയണം വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സാന്ദർഭിച്ച് പറഞ്ഞതാണ് നമ്മൾ വിഷയം. വിശുദ്ധ ഖുർആനിന്റെ പഠന സംബന്ധമായിട്ടുള്ള വിഷയത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. അള്ളാഹു നസ്സല അഹ്സൻ ഹദീഥി, അള്ളാഹു നസ്സല അവതരിപ്പിച്ചു അഹ്സൻ ഏറ്റവും നല്ല വർത്തമാനം, അഹ്സന് നല്ലത്, ഹദീസ് വർത്തമാനം, കിതാബൻ ഗ്രന്ഥമായിട്ട്, മുതശാബിഹൻ പരസ്പര സാദൃശ്യമുള്ളതായിട്ട്, മസാനി ആവർത്തിത വചനമായിട്ട്. അള്ളാഹു തആല ഒരു ഗ്രന്ഥ രൂപത്തിലൂടെ വിശുദ്ധ ഖുർആനിനെ ആവർത്തിത വചനമായി ഏറ്റവും നല്ല വർത്തമാനം അവതരിപ്പിച്ചു. അള്ളാഹു നസ്സല അഹ്സൻ ഹദീസ്, ഏറ്റവും നല്ല വർത്തമാനം അവതരിപ്പിച്ചവനാണ് അള്ളാഹു. കിതാബൻ മുതശാബിഹൻ മസാനിയ പരസ്പര സാദൃശ്യമുള്ള ആവർത്തിത വചനങ്ങളായിക്കൊണ്ട് ഒരു ഗ്രന്ഥരൂപത്തിൽ. തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, തഖ്ശഇറു വിറകൊള്ളും, മിൻഹു അത് മുഖേന, വിശുദ്ധ ഖുർആൻ മുഖേന അത് ഓതി കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ തൊലികൾക്ക് എന്ത് വിറകൊള്ളും. എന്ത് തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, ജുലൂദ് തൊലികൾ, അല്ലദീന യാതൊരു കൂട്ടരെ യഖ്ശൗന അവർ ഭയപ്പെടുന്നു, റബ്ബഹും രക്ഷിതാവിനെ, തൻ്റെ രക്ഷിതാവിനെ ഭയപ്പെടുന്നവരുടെ തൊലികൾ ആ ഖുർആൻ മുഖേന എന്ത് ചെയ്യുന്നു, വിറകൊള്ളും. അങ്ങനെ ആയിരിക്കണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മൾക്ക് എന്തില്ല, വിറകൊള്ളുന്നില്ല. എന്തുകൊണ്ട്? നമുക്കതിന് അർത്ഥം അറിയുന്നില്ല. എന്നാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം അർത്ഥം അറിഞ്ഞിരുന്നു, അത് വിശദീകരണം പഠിപ്പിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നു, അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹിനെ ഭയപ്പെടുന്ന സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തുലികൾ വിറകൊള്ളണം എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം, തഫ്സീർ മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, തുലികൾ വിറകൊള്ളുന്നത്. അല്ലാത്ത ഞങ്ങൾക്ക് പാരായണം ഓരോ ഹർഫിനും ഞാൻ കൂലി കിട്ടും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തല്ല, അലിഫിന് 10, ലാമിന് 10, മീമിന് 10 കൂലി കിട്ടും പാരായണം ചെയ്തല്ലേ. പക്ഷേ ഇതിൻ്റെ ആവശ്യം എന്താണ്? നമ്മൾ ഉത്ബോധനമാണ്, മനസ്സിലാക്കാതെ ദിക്റുള്ള അള്ളാഹുവിൻ്റെ ധാരം ഓർക്കുക. മരണം പരലോകജീവിതം അവിടേക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിച്ചിട്ട് നല്ല നിലയ്ക്ക് നമ്മൾ കൊണ്ടുപോവുക. അതിനുള്ള ശുദ്ധീകരണമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനെന്ത് വേണം? ഈ ഉത്ബോധനത്തിലൂടെ അള്ളാഹു ധാരാളം ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അർത്ഥത്തോട് വായിച്ചു പഠിക്കണം, തഫ്സീർ വായിച്ചു പഠിക്കണം എന്നുള്ളതിലേക്കാണ് ശ്രദ്ധ. അതുകൊണ്ട് തന്നെ 13 വർഷക്കാലം നമ്മൾ ഉണർത്തിയല്ലോ യൂസുഫ് ഇക്കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. വിശുദ്ധ ഖുർആൻ ഓതി കൽപ്പിച്ചുകൊണ്ട് അവർ ശുദ്ധീകരിച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ശുദ്ധീകരണം സത്യവിശ്വാസികളായ നമ്മളിൽ ഉണ്ടാവണം. അതിനാണ് ഇതിൻ്റെ അർത്ഥത്തോടുകൂടി നമ്മൾ പള്ളിയിരുന്നു കൊണ്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് തെലീനു മയപ്പെടും, ജുലൂദും അവരുടെ തൊലികൾ, ഖുലൂബും അവരുടെ ഹൃദയങ്ങളും ഇലാ ദിക്രില്ലാ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിലേക്ക്, അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ, പരലോകത്ത് ഭയപ്പെടുന്നവർക്ക് എന്ത് ചെയ്യുന്നു, ഇതൊന്ന് തൊലികൾക്ക് മാതം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അത് വിനയപ്പെട്ടുകൊണ്ട് അത് കേട്ട് അത് നിയമങ്ങൾ ജീവിതത്തിൽ പാർത്ഥ്യമാക്കി, ഉപേക്ഷിച്ച് നിർബന്ധ കൽപ്പനകൾ ജീവിതത്തിൽ പാർത്ഥ്യമാക്കി സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നവർ കൊണ്ടുവന്ന് ജീവിക്കാനുള്ള ഒരു പ്രോത്സാഹനം അവർക്കുണ്ടാവും എന്നർത്ഥം. അത് അള്ളാഹുവിൻ്റെ സന്മാർഗമാവുന്നു. യഹ്ദി ബിഹി മൻ യശാ, ഇത് മുഖേന അല്ലെങ്കിൽ അത് മുഖേന, വിശുദ്ധ ഖുർആൻ മുഖേന അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നു. വമൻ യുളില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, വല്ലവനെയും അള്ളാഹു തആല വഴികേടിലാക്കിയാൽ അവനെ വഴി കാണിച്ചു കൊടുക്കുന്നവൻ ആരുമില്ല. അപ്പം വിശുദ്ധ ഖുർആൻ എന്താവുന്നു, ഉത്ബോധനമാകുന്നു, ഹുദയാണ്, സന്മാർഗമാകുന്നു. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് തുടങ്ങി പറയുന്ന തുടക്കത്തിൽ തന്നെ അൽ-ബഖറ അത് തന്നെ എന്ത് ചെയ്യുന്നു, അത് ഹുദയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ആ ഹുദ നമുക്ക് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം,
പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ചും പഠിക്കണം. അതോടുകൂടി എന്തായിരിക്കണം, അതിൻ്റെ തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയപ്പാടുണ്ടാവുക. വലിയ ദിക്റുല്ലാഹ് അക്ബർ, അള്ളാഹു ഓർക്കുക വമ്പിച്ച കാര്യമാകുന്നു, ഷഹീദായി മരിക്കലിനേക്കാൾ കൂലിയുള്ള കാര്യമാകുന്നു എന്ന് ഹദീസിൽ വന്ന കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ഖുർആൻ പറയേണ്ട കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള രൂപത്തിലൂടെ നമുക്ക് ഹൃദയത്തിലേക്ക് ഈ ഇതിൻ്റെ ഉപദേശങ്ങൾ ആണ് കയറി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്താവും, നമ്മളും ഇതേപോലെ തന്നെ തൊലികൾ വിറകൊണ്ട് അതിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഹിദായത്തിലുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കും. അത് പഠിക്കൽ നിർബന്ധമാണ് എന്നാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഏർപ്പെടുത്തുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ, എല്ലാ മനുഷ്യ ആണ് പെണ്ണിൻ്റെ മേലെയും ഇൽമ പഠിക്കൽ നിർബന്ധമാകുന്നു എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കാൻ, വലിയ സുദീർഘമായ ഹദീസാണ്, ഒരു 4-5 മണിക്കൂർ നമുക്ക് പറയാൻ പറ്റിയ ഒരു ഹദീസാണ്. തുടക്കം മാത്രമാണ് ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നത്. ഇന്നമാഹുമാ സനത്താനി, നിശ്ചയമായും അവർ രണ്ട് കാര്യമാകുന്നു. അൽ കലാമ്, ഒന്ന് കലാമാണ്, മറ്റൊന്ന് ഒരു ഹദിയോ മറ്റും ചര്യകളുമാകുന്നു. എന്താ ശേഷം പറയുമ്പോൾ നമുക്ക് അക്കാര്യം മനസ്സിലാവും. ഫഹസുൽ കലാമി കലാമുല്ലാഹ്, അപ്പോൾ ഏറ്റവും നല്ല വർത്തമാനം അല്ലാഹുവിൻ്റെ വർത്തമാനമാകുന്നു, പരിശുദ്ധ ഖുർആൻ ആകുന്നു. വഹസുൽ ഹദിയ്, ചര്യകൾ വെച്ചിട്ട് ഏറ്റവും നല്ല ചര്യ ഹദീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാകുന്നു. അലാ, അറിഞ്ഞേക്കുക, ഒയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണം, മുഹദാത്തുൽ ഉമൂർ, കാര്യങ്ങളിൽ മതകാര്യങ്ങൾ വെച്ചിട്ട് പുതുതായി നിർമ്മിച്ചുണ്ടാക്കുന്നത്. ഫഇന്ന ശർറൽ ഉമൂരി മുഹദാത്തുഹാ, മതകാര്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും ഷർറായത്, മോശമായത് പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയതാകുന്നു. വകുല്ല മുഹദസൻ ബിദ്അ, എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യം ബിദ്അത്താകുന്നു. വകുല്ല ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്തുമാണ്, വഴിച്ച് മാർഗമാകുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, ഏറ്റവും നല്ല വർത്തമാനമായ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് പഠിക്കണം. ആ പരിശുദ്ധ ഖുർആൻ മുഖേന എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ പഠിപ്പിച്ചു കൊടുത്തു, ആ ചര്യകൾ എന്ത് ചെയ്യണം, നമ്മൾ ജീവിതത്തിൽ പാർത്ഥമാക്കണം. അതേപോലെ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കണം. അതാണ് നാം ചെയ്യേണ്ടത്. എന്നല്ലാതെ പരിശുദ്ധ ഖുർആൻ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ മനസ്സിലാക്കാതെ എന്ത് ചെയ്യുക, അത് മരിച്ചുപോയ മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്താനോ വഫാത്തായ പ്രവാചകനോട് പാപമോചനം തേടുവാനോ അതേപോലെ തന്നെ ഇസ്തിഗാസ അത് അനുവദനീയമാണെന്ന് സ്ഥാപിക്കുവാനോ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ 31ഓളം അനാചാരങ്ങൾ സമസ്തക്കാർ ഖുർആനോ ഹദീസോ തെളിവില്ലാതെ പൂർവികന്മാരെ വാപ്പന്മാരെ ചെയ്തു പോന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, പ്രമേയം എഴുതി പാസ്സാക്കി. മാത്രമല്ല അവർ 3 പ്രാവശ്യം അവർ 6ാം സമ്മേളനത്തിലും 50ാം സമ്മേളനത്തിലും 70ാം സമ്മേളനം ആവർത്തിച്ച് എതിരില്ലാതെ പാസ്സാക്കി എന്ന് അവരുടെ പ്രമേയത്തിൽ നമുക്ക് കാണാം. എന്തിനെതിരെ? പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾക്ക് എതിരെയാണ് അത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രമേയത്തെ അവർ തെളിയിച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓതി കൽപ്പിക്കുന്നു, എന്നാൽ ഹദീസുകൾ ഓതുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന് കലാം, പരിശുദ്ധ ഖുർആൻ, അത് നമ്മൾ കൽപ്പനകളാണ്, അത് സ്വീകരിക്കുക, വിശ്വസിക്കുക. അതെന്ത് കർമ്മം ചെയ്യാനല്ല. ആ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണോ കർമ്മം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചു കൊടുത്തു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകളെ, അത് രണ്ടാമത്തെ കാര്യം. അതാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ചര്യകൾ വെച്ച് ഉത്തമമായ ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ. അപ്പോൾ ഖുർആൻ എന്തല്ല ചര്യയായി ഹദീസ് വിട്ടേച്ചുകൊണ്ട് ഖുർആൻ എന്ത് ചെയ്തുകൂടാ ഓതി കേൾപ്പിച്ചുകൊണ്ട് മരിച്ചുപോയി മഹാത്മാക്കളോട് സഹായം ചോദിക്കാനോ അല്ലെങ്കിൽ ഇതേപോലെ എന്ത് കാര്യങ്ങൾ ഏത് കർമ്മങ്ങൾക്ക് വേണ്ടിയും തെളിവായി പറഞ്ഞുകൂടാ. ആ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചു കൊടുത്തു, അതാണ് തെളിവ് പറയേണ്ടത്. അപ്പോൾ ഈ മരിച്ചു മഹാത്മാക്കളോട് സഹായം ചോദിക്കാനോ വഫാത്തായ പ്രവാചകനോട് പാപമോചനം തേടാനോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഖുറാഫാത്തുകൾ സമസ്തക്കാർ ചെയ്തുകൊണ്ട് 31ഓളം അല്ലെങ്കിൽ എഴുതിയുണ്ടാക്കിയ പ്രമേയത്തിൽ പാസ്സാക്കി കാര്യം ചെയ്യുവാനോ അല്ലാഹു റസൂലോ എന്ത് ചെയ്തില്ല, പഠിപ്പിച്ചില്ല. സഹാബികൾക്കൊന്നും അറിയാത്തതാണ്, അത് പുതിയതായ കാര്യമാണ്, അത് അനാചാരമാകുന്നു. അതെന്ത് ചെയ്യുന്നു, ആ അനാചാരങ്ങൾ ഉപേക്ഷിക്കാത്ത കാലത്തോളം അല്ലാഹു തആല എന്ത് ചെയ്യില്ല, ആ ബിദ്അത്ത് ചെയ്യുന്നവരുടെ അമലുകളൊന്നും സ്വീകരിക്കൂല. മാത്രമല്ല ഇത്തരത്തിലുള്ള പല അനാചാരങ്ങളിൽ കൂടിയാണ് ബിദ്അത്തിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത്. ശിർക്കോട് കൂടി മരണപ്പെട്ടു പോയാൽ അതിൻ്റെ അമലുകളൊക്കെ തന്നെ അല്ലാഹു തആല ബാത്തിലാക്കി കളയും, നരകത്തിൽ ശാശ്വതമാക്കുകയും ചെയ്യും. അതുകൊണ്ട് ശിർക്കും ബിദ്അത്തുകളും നമ്മൾ എന്ത് ചെയ്യണം,
പഠിച്ചറിയണം. നമ്മൾ ശിർക്കിൽ നിന്നും വിദാത്തിൽ നിന്നും വിട്ടു നിന്നുകൊണ്ട് സുന്നത്ത് നബിചര്യ എന്താ പഠിച്ച് മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാത്യമാക്കി മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി വിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് പഠിച്ചറിയുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യകൾ പഠിച്ചറിയുവാനും അള്ളാഹു നാം തൗഫീഖുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. انت المستعان عليك البلاغ. ربنا تقبل منا دعاءنا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله.